സനോജ്, ഞാൻ നേരെ മൂകാംബികയിൽ നിന്ന് ദക്ഷിണ മൂകാംബികയിലേക്ക് പനച്ചിക്കാട്ടേക്ക് വരികയാണ്. പനച്ചിക്കാട് നമുക്കറിയാം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഇടമാണ്. ഇന്ന് നല്ല തിരക്ക് ഇപ്പോൾ തന്നെ ഉണ്ടോ? എന്താണ് കാഴ്ചകൾ? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ, സിജു കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പനച്ചിക്കാട്ട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ കുരുന്നുകളുമായി മാതാപിതാക്കൾ അതിരാവിലെ തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 4 മണി മുതലാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വിദ്യാരംഭ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഈ കുരുന്നുകളുമായി രക്ഷിതാക്കൾ ദർശനം നടത്താൻ വേണ്ടി പോകുന്ന കാഴ്ചകൾ ആണ്. ഒപ്പം തന്നെ ആചാര്യന്മാർക്ക് ദക്ഷിണ കൊടുത്ത് കുരുന്നുകളുമായി പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിലൂടെ കടന്ന് ദർശനം നടത്തിയതിനു ശേഷം മടങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഞാനിപ്പോൾ ഉള്ളത് വിദ്യാമണ്ഡപത്തിലാണ്. ഈ പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ ഈ വിദ്യാരംഭ ദിനത്തിൽ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും വിദ്യാരംഭം കുറിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട്. അങ്ങനെ ഒരുക്കിയിട്ടുള്ള വിദ്യാമണ്ഡപത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ നിരവധി ആചാര്യന്മാർ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകാൻ വേണ്ടി നിൽപ്പുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ തന്നെ ക്ഷമയോടും അല്പസങ്കടത്തോടും പൊട്ടിച്ചിരിച്ചും പൊട്ടിക്കരഞ്ഞുമൊക്കെയാണ് കുരുന്നുകൾ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുന്നത്. ആചാര്യന്മാരോട് തന്നെ നമുക്ക് ചോദിക്കാം. രാവിലെ എത്ര മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്? രാവിലെ 4 മണിക്ക് തുടങ്ങി. ഇനിയിപ്പം ഏകദേശം ഇന്ന് മുഴുവനും എഴുത്തുണ്ടായിരിക്കും. ക്ഷേത്രം അടയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് മുഴുവനും കാണും. സന്ധ്യ വരെ മിക്കവാറും കാണും. ഇന്ന് വിദ്യാദശമി ആയതുകൊണ്ട് അമ്പലം ക്ലോസ് ചെയ്യാറ് പതിവില്ല. എത്ര ആചാര്യന്മാരുണ്ട് ഇവിടെ? ഏകദേശം ഒരു 40 പേരോളം ഉണ്ട്. വർഷത്തെ പോലെ തന്നെ ഈ വർഷവും തിരക്കുണ്ട്. നല്ല തിരക്കാണ്. ഈ വർഷം വെളുപ്പിന് 4 മണിക്ക് തുടങ്ങിയപ്പോൾ ശകലം തിരക്ക് കുറവുണ്ടായിരുന്നെങ്കിലും 5:30, 6 മണിക്ക് ശേഷം നല്ല തിരക്കായിരുന്നു. ഇനി ഏകദേശം ഒരു 12 മണി വരെ നല്ല തിരക്കായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വന്നെഴുതി പോവുകയാണ്. എത്രാമത്തെ പ്രാവശ്യമാണ് ആചാര്യനായിട്ടൂടെ? 28ാമത്തെ വർഷമാണ്. അതാണ് ഏകദേശം 40-ലേറെ ആചാര്യന്മാർ ഇവിടെ കുരുന്നുകൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി ഉണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെയും ഒന്നിനു പിറകെ ഒന്നായി എഴുത്തിനിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിരാവിലെ മുതൽ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുവാൻ മാതാപിതാക്കളുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച ചടങ്ങുകൾ ഇന്ന് ഒരു പകലുടനീളം തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിരവധി കുരുന്നുകളാണ് ഇവിടേക്ക് അറിവ് നുകരാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന പനച്ചിക്കാട്ടാണ് കേരളത്തിൽ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവ് കുറിക്കുവാൻ വേണ്ടി ഏറ്റവും അധികം തിരക്കനുഭവപ്പെടുന്ന ക്ഷേത്രം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി കുഞ്ഞുങ്ങൾ ഈ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുവാനും അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി നിരവധി ആചാര്യന്മാരുണ്ടോ. ഒരു കുഞ്ഞ് പൊട്ടിക്കരയുകയാണ്. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതി മേ സദാം ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദാം ഏതൽ കഥാ പ്രസംഗേന മതജ്ഞാനവിനാശേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമാം. ഓം ഗുരുഭ്യോ നമാം. നമുക്ക് എഴുതണ്ടായോ? നാക്ക് ഹരി നമുക്ക് എഴുതാം. ഇവിടെ എഴുതാം. ഹരി നമ്മൾ കാണിച്ചേ. ആ വിളിച്ചേട്ടാ നാക്ക് കെട്ടിയ ഹരി ശ്രീ ഗ ന പ ക യേ നമ അവിഘ്ന മസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഇതാണ് അറിവ് നുകരുമ്പോൾ കുരുന്നുകൾ സങ്കടപ്പെട്ടുകൊണ്ടും ചിലർ സന്തോഷം കൊണ്ടുമൊക്കെയാണ് ഇങ്ങനെ ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ പലവിധ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലരൊക്കെ വളരെ ശാന്തരായി എഴുത്തിൻ്റെ ലോകത്തേക്ക് കടക്കുമ്പോൾ ചിലരൊക്കെ വലിയ തോതിലുള്ള നിലവിളികളാണ് നടത്തുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ, കുരുന്നുകളുടെ പലവിധ ഭാവങ്ങൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയും. എന്തായാലും ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും സുഖകരമായ രീതിയിൽ ദർശനം നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നന്നായി ഇവിടുത്തെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്താൻ വേണ്ടി നീണ്ട നിരയായി ഇവിടെ കാത്തു നിൽക്കുന്നത്.